നമസ്കാരം. അമേരിക്കയിലെ കുപ്രസിദ്ധ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റിൻ്റെ മരണം കൊലപാതകമാണ്, ആത്മഹത്യ അല്ല എന്ന ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എപ്സ്റ്റിൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകം തന്നെ ആയിരുന്നു എന്നാണ്. ഇത് സംബന്ധിച്ച തെളിവുകൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് അമേരിക്കയിലെ വിവിധ മാധ്യമങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജെഫ്രി എപ്സ്റ്റീന് ലോകത്തെ ഉന്നത വ്യക്തികളുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർക്കെല്ലാം തന്നെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സ്ത്രീകളെ ഇയാൾ എത്തിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ്രൂ രാജകുമാരൻ മുതൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വരെ എപ്സ്റ്റീൻ്റെ കസ്റ്റമർമാരായിരുന്നു എന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ്റെ മരണം ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേർ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ശതകോടീശ്വരനായിരുന്നു. സ്വന്തം ജെറ്റ് വിമാനത്തിലാണ് ലോകമെമ്പാടും ഇയാൾ പറന്ന് നടക്കുമായിരുന്നത്. അങ്ങനെ ഒരു യാത്രയ്ക്കൊടുവിൽ ഫ്രാൻസിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയത്. ഇയാളെ പാർപ്പിച്ചിരുന്ന ജയിലാകട്ടെ ഏറെ കുപ്രസിദ്ധമായൊരു ജയിലായിരുന്നു. കാരണം അവിടെ യാതൊരു തരത്തിലുള്ള വൃത്തിയോ വെടിപ്പോ ഒന്നും തന്നെ ഇല്ലാത്ത, തടവുകാർക്ക് വളരെ മോശം സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ജെഫ്രി എപ്സ്റ്റീനെ പോലെ ഉള്ള ഒരു എന്നും ആഡംബരത്തിൽ മാത്രം മുങ്ങി ജീവിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നിരിക്കാം എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. മാത്രമല്ല ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഇയാൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ജയിലിലെ ഡോക്ടർ ഇയാളെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് ഇയാൾക്ക് ആത്മഹത്യാ പ്രവണത ഇല്ല എന്നാണ്. കാരണം എപ്സ്റ്റീൻ തന്നെ ഡോക്ടറോട് പറഞ്ഞത് തനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നില്ല, തനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങി തന്നെ നിരപരാധിത്വം തെളിയിക്കണമെന്നും തന്നെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കണമെന്നും ഇയാൾ പലതവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇയാളുടെ മരണത്തെക്കുറിച്ചുള്ള ആ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇതൊരു കൊലപാതകമാണോ എന്നുള്ളതാണ്. പ്രധാനമായും ഇയാൾ മരിച്ചു, ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന രാത്രിയിൽ ഇയാളുടെ സെല്ലിന് സമീപം കണ്ടെത്തിയ ഒരു ഓറഞ്ച് നിറത്തിലുള്ള മങ്ങിയ ഒരു പ്രകാശം പോലെ എന്തോ ഒന്ന് മിന്നി മറയുന്നതായി കാണുന്നുണ്ടായിരുന്നു. ഇതെന്താണ് എന്നാണ് സ്വാഭാവികമായി ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. ഈ ജയിലിലെ തടവ് പുള്ളികൾക്കുള്ള വേഷം ഓറഞ്ച് നിറത്തിലുള്ള യൂണിഫോമാണ്. മാത്രമല്ല ഇവരുടെ തലയണവറകളും ഷീറ്റുകളും എല്ലാം തന്നെ ഓറഞ്ച് നിറത്തിലുള്ളതാണ്. അപ്പോൾ ഏതോ ഒരു വ്യക്തി ഇയാളുടെ സെല്ലിലേക്ക് കയറിപ്പോയതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. അങ്ങനെ ഇയാളെ കഴുത്ത് ധരിച്ച് കൊന്നതിന് ശേഷം പിന്നീട് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ വരുന്നത്. എപ്സ്റ്റീൻ്റെ മരണം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ അഭിഭാഷകർ ജയിലിലെത്തി അവിടുത്തെ കോൺഫറൻസ് റൂമിലിരുന്ന് വളരെ വിശദമായി തന്നെ എപ്സ്റ്റീനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല എപ്സ്റ്റീൻ്റെ അഭിഭാഷകർ അധികൃതരുമായി നടത്തിയ ചർച്ചകളൊക്കെ തന്നെ എപ്സ്റ്റീൻ എല്ലാവരുടെയും പേര് വെളിപ്പെടുത്താം എന്ന് സമ്മതിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ധാരണയിലെത്തിയെന്ന്, അങ്ങനെ എല്ലാവരുടെയും പേര് പറയുകയാണെങ്കിൽ ഇയാളെ മാപ്പ് സാക്ഷിയാക്കി രക്ഷപ്പെടുത്താം എന്ന ഒരു ധാരണയിലേക്ക് ഒരുപക്ഷെ എത്തിയിരിക്കാം. അങ്ങനെ എല്ലാ പേരുകളും ഇതിന് പുറത്തു വരികയാണെങ്കിൽ അത് നിരവധി പ്രമുഖർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് കരുതി ഇയാളെ ഈ സെല്ലിനകത്ത് വെച്ച് തന്നെ വധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ രാത്രി അസമയത്ത് ഇയാളുടെ മുറിക്ക് സമീപം കണ്ടെത്തിയ ആ ഒരു പെട്ടെന്ന് എന്തോ കടന്നു പോകുന്ന പോലെ ഓറഞ്ച് നിറത്തിലുള്ള ആ ഒരു പ്രകാശത്തിൻ്റെ ആ ഒരു കണിക ആരും അതിനകത്തേക്ക് കയറി ഇയാളെ വധിച്ചു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. തീർന്നില്ല. ഈ മാത്രമല്ല ഇയാൾ കിടന്നിരുന്ന ജയിലിൽ ഓരോ ദിവസവും വൈകുന്നേരം 4 മണിയാകുമ്പോൾ അവിടുത്തെ ഗാർഡുകളെത്തി എല്ലാ സെല്ലുകളിലും ആളുകൾ അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയുണ്ട്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ സംഭവം നടന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന 2 ഗാർഡുകളും ഒരു മുറിയിലും പരിശോധന നടത്തിയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ഇവർ കൃത്യമായി ഇവരെല്ലാവരും തന്നെ മുറിയിലുണ്ട്, അവർ അവിടെ സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് വലിയൊരു സംശയത്തിലേക്കാണ് വലിച്ചുകൊണ്ടുന്നത്. ഇതിൻ്റെ പിന്നിലും ഒരു കൊലപാതകത്തിൻ്റെ സാധ്യത കാണുന്നുണ്ട്. കാരണം ആ ഒരു പ്രത്യേക ദിവസം മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. കൂടാതെ ജെഫ്രി എപ്സ്റ്റീൻ കിടന്നിരുന്ന മുറിയിലേക്ക് തിരിക്കുന്ന 2 CCTV ക്യാമറകളുണ്ടായിരുന്നു. ഇത് രണ്ടും പ്രവർത്തനക്ഷമമല്ലായിരുന്നു. മറ്റൊരു ഭാഗത്തു നിന്നുള്ള CCTV ക്യാമറയിലാണ് എന്തോ ഇങ്ങനെ മിന്നി മറയുന്നതായി കാണപ്പെടുന്നത്. കൂടാതെ ഇതേ ദൃശ്യങ്ങളിൽ തന്നെ ഏതാണ്ട് 1 മിനിറ്റോളം സമയം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്ത് മാറ്റിയതായിട്ടാണ് കാണപ്പെടുന്നത്. മാത്രവുമല്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിലാകട്ടെ ഇതിൻ്റെ മാസ്റ്റർ കോപ്പി ജയിൽ അധികൃതർ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചുരുക്കത്തിൽ വലിയ തോതിൽ ആസൂത്രണം ചെയ്തൊരു കൊലപാതകം തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. രാവിലെ ഭക്ഷണവുമായി സെല്ലിലെത്തിയ ജയിൽ ജീവനക്കാരാണ് എപ്സ്റ്റീൻ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. പിന്നീട് അയാളെ ആ തുണി മുറിച്ച് താഴെ ഇറക്കി ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിയെങ്കിൽ അപ്പോഴേക്കും എപ്സ്റ്റീൻ മരിച്ചിരുന്നു. ഇത് മാത്രമല്ല എപ്സ്റ്റീൻ്റെ വിൽപ്പത്രവും നേരത്തെ തയ്യാറാക്കിയിരുന്നു. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് സ്വത്ത് കിട്ടുന്നുണ്ട്. ചില കാമുകിമാർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്ക് പടുകൂറ്റൻ മാളികകളും അതുപോലെ ആസ്തികളുമൊക്കെ തന്നെയുണ്ട്. അത് പലരുടെയും പേരിൽ, അതായത് ഇയാളുടെ കാമുകിമാരുടെ പലരുടെയും പേരിൽ എഴുതി വെച്ചിരുന്നതാണ് പറയപ്പെടുന്നത്. ഇയാളുടെ കുടുംബാംഗങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ കുറച്ച് സ്വത്തുക്കൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ജെഫ്രി എപ്സ്റ്റീൻ ഇനി ഭൂമിയിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആവശ്യമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇയാളുടെ കസ്റ്റമർമാരുടെ പട്ടിക മുഴുവൻ VVIPകളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഡീപ് സ്റ്റേറ്റ് നടത്തിയ ഒരു കൊലപാതകം എന്നൊക്കെയാണ് ആദ്യഘട്ടങ്ങളിൽ ഇത് പുറത്തു വന്നിരുന്നത്. ഏതായാലും
ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എപ്സ്റ്റീനെ ഈ മുറിയിലെത്തി ആരെയോ കൊണ്ട് ഇവർ കൊല്ലിച്ചതിന് ശേഷം പിറ്റേന്ന് ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ഇയാളെ മരണം നടന്നത് 2019 പോലും ഇപ്പോഴും ഇതിൻ്റെ കൃത്യമായ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. ലോകത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളുമായി മാത്രം ഇടപഴകുകയും അവർക്ക് ഇത്തരത്തിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ തന്നെ എല്ലാ ഏർപ്പാടുകളും ശരിയായി കൊടുക്കുകയും ചെയ്ത ഇയാൾ ഇതിൻ്റെ പേര് പറഞ്ഞ് പലരും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലുള്ള കൊട്ടാരങ്ങളിലെത്തി അവിടെ സ്ത്രീകളുമായി കഴിഞ്ഞ ആളുകളുടെ തന്നെ ദൃശ്യങ്ങൾ ഇയാൾ ചിത്രീകരിച്ച് വെച്ചതിന് ശേഷം അത് പിന്നീട് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതൊക്കെ തന്നെ സൂചനയുണ്ട്. ഏതായാലും ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും ശതകോടീശ്വരനായത് എന്നതുപോലും ഏറെ ദുരൂഹമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇപ്പോഴും അമേരിക്കയിലെ വലിയൊരു ഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് എപ്സ്റ്റീൻ്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് തന്നെയാണ്. ഈ പറഞ്ഞ സാഹചര്യ തെളിവുകൾ അതിനെ കൂടുതൽ സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത്.